ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജീവിത ചരിത്രത്തെ ആധാരമാക്കിയ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായ സ്വയം പ്രകാശ് ആണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രസ്താവിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത മഹാവ്യക്തിയാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ജീവിതം തികച്ചും സാർത്ഥകവും മറ്റുള്ളവർക്ക് പ്രേരണ നൽകുന്നതുമാണ്. ഗാന്ധിജി എങ്ങനെയാണ് ലളിത വസ്ത്രധാരിയായി മാറിയതെന്ന് അറിയാൻ നമുക്ക് പാഠഭാഗത്തിലോട്ട് കടക്കാം. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो? क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में झोला ढांग रखा हो. പൈജാമയും കുർത്തയും ധരിച്ച കാലിൽ ചെരുപ്പും തലനിറയെ മുടിയും ഗാന്ധി തൊപ്പിയുമായി കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലെ തോളത്ത് സഞ്ചിയും തൂക്കിയ ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ? നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുമോ? ക്യാ തും ഏക് ഗാന്ധിജി കി കൽപ്പന കർ സക്തേ ഹോ? ക്യാ എന്താ, തും നിങ്ങൾക്ക്, ഏക് ഗാന്ധിജിക്കോ ഒരു ഗാന്ധിജിയെ കൽപ്പനാക്കർ സങ്കല്പിക്കുവാൻ സക്തേ ഹോ സാധിക്കുമോ? നിങ്ങൾക്ക് ഗാന്ധിജിയെ സങ്കല്പിക്കുവാൻ സാധിക്കുമോ? ജിനോനെ കുർത്ത പാജാമ പഹൻ രഖാ ഹോ. കുർത്ത പാജാമ, കുർത്തയും പൈജാമയും ധരിച്ച, പഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക, പഹൻ രഖാ ഹോ കുർത്തയും പൈജാമയും ധരിച്ച, ജിൻകി പാവുമേം ചപ്പൽ, പാവ് എന്ന് പറഞ്ഞാൽ കാലിൽ, ചപ്പൽ ചെരുപ്പ്, കാലിൽ ചെരുപ്പും, ഔർ സർ പർ ഖൂബ് സാരേ ബാൽ, തല നിറയെ മുടിയും. സർപ്പർ എന്ന് പറഞ്ഞാൽ സിർ, തല, ഖൂബ് എന്ന് പറഞ്ഞാൽ നല്ല പോലെ, സാരേ ബാൽ മുഴുവൻ മുടി. അപ്പോൾ തലയിൽ നല്ല മുടിയും, തലയിൽ മുഴുവനും മുടിയും. ഔർ ഉൻ പർ ഗാന്ധി ടോപ്പി ഹോ, അതിൽ തലയിൽ ഗാന്ധി തൊപ്പി ധരിച്ച. ഔർ ജിനോനെ ബച്ചോം കെ സ്കൂൾ ബാഗ് की तरह गले में झोला डांग रखा हो. जिन्होंने बच्चों के स्कूल बैग की तरह, കുട്ടികളുടെ, ബച്ചോം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ, സ്കൂൾ ബാഗ് കി തരഹ സ്കൂൾ ബാഗിനെ പോലെ, തരഹ എന്ന് പറഞ്ഞാൽ പോലെ, ഖലേമേ തോളിൽ, ജോല സഞ്ചി, ഡാങ് രഖാഹോ തൂക്കിയിട്ടിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയുള്ള ബാഗ് തോളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പൈജാമയും കുർത്തയും ധരിച്ച, കാലിൽ ചെരുപ്പും തലനിറയെ മുടിയും ഗാന്ധി തൊപ്പിയുമായി കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലെ തോളത്ത് സഞ്ചിയും തൂക്കിയ ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ? ക്യാ തും ഏക് ഗാന്ധിജി കി കൽപ്പന കർ സക്തേ ഹോ? എന്താ, നിങ്ങൾക്ക് ഗാന്ധിജിയെ സങ്കല്പിക്കുവാൻ കഴിയുമോ? കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക. ജിനോനെ കുർത്ത പാജാമ പഹൻ രഖാ ഹോ, പൈജാമയും കുർത്തയും ധരിച്ച, ജിൻകി പാവുമേ ചപ്പൽ, കാലിൽ ചെരുപ്പും, ഔർ സർ പർ ഖൂബ് സാരേ ബാൽ, തല നിറയെ മുടിയും, അവർ ഉൻ പർ ഗാന്ധി ടോപ്പി ഹോ, അതിൽ ഗാന്ധി തൊപ്പി ധരിച്ച. ഔർ ജിനോനെ ബച്ചോം കെ സ്കൂൾ ബാഗ് കി തരഹ ഗലെ മേ ഝോല ഢാങ് രഖാ ഹോ, കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലെ തോളത്ത് സഞ്ചിയും തൂക്കിയ ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ? ഹാം ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹൈ വൈസേ ഹമേശാ സേ നഹി ദേ. അതെ, ഇന്ന് നാം ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല എക്കാലവും ഗാന്ധിജി. ഹാം, അതെ.
ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹെ. ഗാന്ധിജി ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല. വൈസെ ഹമേഷ സെ, ഹമേഷ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, അതായത് എക്കാലവും. ഗാന്ധിജി ഫോട്ടോയിൽ, ഇന്ന് നാം ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല. ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹൈ വൈസെ ഹമേഷ സെ നഹി ഥേ. അപ്പോൾ ഇന്ന് നാം ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല എക്കാലവും ഗാന്ധിജി. ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹെ. ഇവിടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ, ദിഖ്തേ എന്ന് പറഞ്ഞാൽ കാണുക, ജൈസെ പോലെ, വൈസെ ഏതുപോലെ, ഹമേഷ സെ, ഹമേഷ എക്കാലവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും, ഹമേഷ എല്ലായ്പ്പോഴും. ഗാന്ധിജി ഇന്ന് നാം ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല എക്കാലവും. വേ ധീരെ ധീരെ ഗാന്ധി ബനെ കൈസെ. വേ ധീരെ ധീരെ, അവ മെല്ലെ മെല്ലെ, അദ്ദേഹം പതുക്കെ പതുക്കെ, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, ഗാന്ധി ബനെ ഗാന്ധിജിയായി മാറി. കൈസെ എങ്ങനെയാണ്, എങ്ങനെ, അദ്ദേഹം പതുക്കെ പതുക്കെയാണ് ഇന്നു നിങ്ങൾ കാണുന്ന ഗാന്ധിയായി മാറിയത്. വേ ധീരെ ധീരെ, അദ്ദേഹം പതുക്കെ പതുക്കെയാണ് ഗാന്ധി ബനെ ഗാന്ധിജിയായി മാറിയത്. ഇന്നു നാം കാണുന്നത് പോലെയുള്ള ഗാന്ധിജിയായി മാറിയത് പതുക്കെ പതുക്കെയാണ്. बचपन में गांधी जी को अंधेरे से डर लगता था. बचपन में കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കോ, ഗാന്ധിജിക്ക് അന്ധേരെ സെ ഇരുട്ടിനോട്, ഡർ ലഗ്താ ഥ ഭയം ആയിരുന്നു. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ട് ഭയമായിരുന്നു. ഉനെ ലഗ്താ ഥ അദ്ദേഹം കരുതിയിരുന്നു. ഉനെ ലഗ്താ ഥ അദ്ദേഹം കരുതിയിരുന്നത്, കൊയ് ഭൂത് ഏതോ ഭൂതം, ആക്കർ വന്നിട്ട്, ഉനെ പക്കഡ് ലേങ്ക അദ്ദേഹത്തെ പിടിക്കും. ഇരുട്ടിൽ ഭൂതം വന്ന് തന്നെ പിടിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നത്. ഉനോനെ ലഗ്താഥ അദ്ദേഹം കരുതിയിരുന്നു. കൊയ് ഭൂത് ആക്കർ ഏതോ ഭൂതം വന്നിട്ട് ഉനെ പക്കഡ് ലേങ്ക അദ്ദേഹത്തെ പിടിക്കുമെന്ന്, ഇരുട്ടിൽ ഭൂതം വന്ന് അദ്ദേഹത്തെ പിടിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നത്. ഇവിടെ ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം, അന്ധേരെ ഇരുട്ട്, ഡർ എന്ന് പറഞ്ഞാൽ ഭയം, ലഗ്ത എന്ന് പറഞ്ഞാൽ തോന്നുക, ഭൂത് ഭൂതം, ആക്കർ വന്നിട്ട്, പക്കടിന പിടിക്കുക. बड़े होकर वे खुद ऐसे हो गए कि अग्रज हुकूमत उनसे डरने लगी मानो वे कोई भूत हो. എന്നാൽ പ്രായമായപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം ഗാന്ധിജിയെ ഭയപ്പെടാൻ തുടങ്ങി, ഒരു ഭൂതത്തെ പോലെ. ബഡേ ഹോക്കർ വലുതായപ്പോൾ, വേ ഖുദ് ഐസേ ഹോ ഗയെ അദ്ദേഹം സ്വയം അങ്ങനെയായി മാറി. ബഡേ ഹോക്കർ പ്രായമായപ്പോൾ, വേ അദ്ദേഹം ഖുദ് സ്വയം, ഐസേ ഹോ ഗയെ അങ്ങനെയായി തീർന്നു. കി എങ്ങനെ, അഗ്രസ് ഹുക്കൂമത്ത് ഉൻസെ ഡർനെ ലഗി അഗ്രസ് ബ്രിട്ടീഷ്, ഹുക്കൂമത്ത് ഭരണകൂടം, ഉൻസെ അദ്ദേഹത്തെ, ഡർനെ ലഗി ഭയപ്പെടാൻ തുടങ്ങി. മാനോ തോന്നും, വേ കോയി ഭൂത് ഹോ ഏതോ ഭൂതത്തെ പോലെ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം ഗാന്ധിജിയെ ഭയപ്പെടാൻ തുടങ്ങി, ഒരു ഭൂതത്തെ പോലെ. ഇവിടെ ബഡേ എന്ന് പറഞ്ഞാൽ വലിയ, ഖുദ് സ്വയം, അഗ്രസ് ഇംഗ്ലീഷുകാർ, ഹുക്കൂമത്ത് ഭരണകൂടം, ഡർന ഭയപ്പെടുക. ജബ് उन्हें कटियावाड़ की हाई स्कूल में पहली कक्षा में भर्ती कराया गया तब उनकी उम्र थी 11 साल और उन्हें जो विषय पढ़ाए जाते थे वे थे इतिहास, भूगोल, गणित और अंग्रेजी. കത്തിയാവാഡ് ഹൈസ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 11 വയസ്സായിരുന്നു. പഠിക്കാനുള്ള വിഷയങ്ങളാകട്ടെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഗണിതം, ഇംഗ്ലീഷ് എന്നിവ. ജബ് എപ്പോഴാണോ ഉനെ കട്ടിയാവാഡ് കി ഹൈസ്കൂൾ മേം, കട്ടിയാവാഡ് ഹൈസ്കൂളിൽ പഹലി കക്ഷാ മേം 1ാം ക്ലാസ്സിൽ ഭർത്തി കരായ ഗയ പ്രവേശനം ലഭിച്ചത്. എപ്പോഴാണോ അദ്ദേഹത്തിന് കത്തിയാവാഡിലെ ഹൈസ്കൂളിൽ 1ാം ക്ലാസ്
വിദ്യാർത്ഥിയായി പ്രവേശിച്ചത്. തബ് ഉൻകി ഉംർ ഥി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 11 സാൽ, 11 വയസ്സായിരുന്നു. കത്തിയാവാഡ് ഹൈസ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 11 വയസ്സായിരുന്നു. ജബ് ഉനെ കത്തിയാവാഡ് കെ ഹൈസ്കൂൾ മേം, എപ്പോഴാണോ അദ്ദേഹത്തെ കത്തിയാവാഡ് ഹൈസ്കൂളിൽ പഹലി കക്ഷാമേം 1-ാം ക്ലാസ്സിൽ ഭർത്തി കരായാ ഗയ ചേർത്തപ്പോൾ, ഭർത്തി എന്ന് പറഞ്ഞാൽ പ്രവേശനം. തബ് ഉൻകി ഉംർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം തി 11 സാൽ, 11 വയസ്സായിരുന്നു. അവർ ഉനെ ജോ വിഷയ് പഠായെ, അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായ വിഷയങ്ങൾ ജാത്തെ ദേ വേ ഥേ, അതായിരുന്നു ഇതിഹാസ് ചരിത്രം, ഭൂഗോൾ ഭൂമിശാസ്ത്രം, ഗണിത് ഗണിതം, ഔർ അംഗ്രേസി ഇംഗ്ലീഷ്. കത്തിയാവാഡ് ഹൈസ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 11 വയസ്സായിരുന്നു. പഠിക്കാനുള്ള വിഷയങ്ങൾ ചരിത്രം, ഭൂമിശാസ്ത്രം, ഗണിതം, ഇംഗ്ലീഷ് എന്നിവയും ആയിരുന്നു. ജബ് ഉനെ കട്ടിയാവാഡ് കെ ഹൈസ്കൂൾ മേം പഹലി കക്ഷാ മേം ഭർത്തി കരായാ ഗയ, എപ്പോഴാണോ അദ്ദേഹത്തെ കത്തിയാവാഡ് ഹൈസ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചത്. തബ് ഉൻകി ഉംർ ഥി 11 സാൽ, അപ്പോൾ അദ്ദേഹത്തിന് പ്രായം 11 വയസ്സായിരുന്നു. അവർ ഉനോനെ ജോ വിഷയ് പഠായ ജാത്ത, അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായ വിഷയങ്ങൾ വേദേ, അതായിരുന്നു ഇതിഹാസ് ചരിത്രം, ഭൂഗോൾ ഭൂമിശാസ്ത്രം, ഗണിത് ഗണിതം, ഔർ അംഗ്രേസി ഇംഗ്ലീഷ്. ഇവിടെ പഹലെ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്, ഭർത്തി എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, ഉംർ പ്രായം, 11 11, സാൽ വർഷം, പഠാന എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഇതിഹാസ് ചരിത്രം, ഭൂഗോൾ ഭൂമിശാസ്ത്രം, അംഗ്രേസി ഇംഗ്ലീഷ്. स्कूल की फीस थी 8 आने प्रति माह, यानी 50 पैसे हर महीने. സ്കൂളിലെ ഫീസ് 8 ആനെ പ്രതി, പ്രതിമാസം 8 അണയായിരുന്നു. യാനി ഒരുപക്ഷെ 50 പൈസെ, 50 പൈസ, ഹർ മഹീനെ ഓരോ മാസവും 50 പൈസ. ഇപ്പം 8 അണ, അതായത് 50 പൈസയായിരുന്നു ഫീസ്. സ്കൂൾ കി ഫീസ് ദി 8 ആനെ പ്രതിമാഹ്, പ്രതിമാസം 8 അണയായിരുന്നു സ്കൂളിലെ ഫീസ്. യാനി അതായത് 50 പൈസെ, 50 പൈസ, ഓരോ ഹർ മഹീനെ ഓരോ മാസവും 50 പൈസയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീസ്. പഹലെ പരീക്ഷാമേ ഗാന്ധിജി, ആദ്യത്തെ പരീക്ഷയിൽ ഗാന്ധിജി 34 बच्चों में से 32वें स्थान पर रहे, 34 കുട്ടികളിൽ 32ാമത്തെ സ്ഥാനമാണ് ഗാന്ധിജിക്ക് ലഭിച്ചത്. പഹലെ പരീക്ഷാമേം ഗാന്ധിജി 34 बच्चों में से 32वें स्थान पर रहे, ആദ്യത്തെ പരീക്ഷയിൽ ക്ലാസ്സിലെ 34 കുട്ടികളിൽ 32ാം സ്ഥാനത്തായിരുന്നു ഗാന്ധിജി. और 2 विषयों में तो उन्हें 0 मिला, 2 വിഷയങ്ങൾക്ക് 0വും. 2 വിഷയോं में तो 2 വിഷയങ്ങൾക്കാണെങ്കിൽ ഉനെ 0 മില, 2 വിഷയങ്ങൾക്ക് 0വും അദ്ദേഹത്തിന് ലഭിച്ചു. ഉനെ അദ്ദേഹത്തിന് 0 മില കിട്ടി. 2 വിഷയോं में तो उन्हें 0 മില, 2 വിഷയങ്ങൾക്ക് 0വും കിട്ടി. ഇവിടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഫീസ്, 8 ആനെ എന്ന് പറഞ്ഞാൽ 8 അണ, പ്രതിമാഹ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം, യാനി ഒരു പക്ഷേ, ഹർ എന്ന് പറഞ്ഞാൽ ഓരോ, പഹലെ 1ാമത്തെ, 34 ബച്ചോം കുട്ടികൾ, 32 32, 0 മില കിട്ടുക, മിൽന കിട്ടുക. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. ഉന്നത പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ധാരാളം വസ്ത്രങ്ങൾ തയ്പ്പിക്കുകയുണ്ടായി. इंग्लैंड
പഠനെ ഗയേ തോ ഉൻകെ ലിയേ. ഉപരിപഠനത്തിനു വേണ്ടി ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഉൻകെ ലിയേ അദ്ദേഹത്തിന് ഖൂബ് സാരെ കുറേ കപ്പടെ വസ്ത്രങ്ങൾ സിൽവായേ ഗയെ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉന്നത പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ധാരാളം വസ്ത്രങ്ങൾ തയ്പ്പിക്കുകയുണ്ടായി. ഇവിടെ പഠന പഠിക്കുക, കപ്പട വസ്ത്രം, സിൽവായ തയ്പ്പിക്കുക. ദക്ഷിണാഫ്രിക്ക മേം കുർത്ത ധോത്തി പഹന്നെ ലഗെ. ദക്ഷിണാഫ്രിക്കയിൽ കുർത്തയും ധോത്തിയും ധരിച്ചു. അവർ ഭാരത് ആയിത്തോ തിരിച്ച് ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഏക് ബാർ ഒരു തവണ മധുരയ്ക്ക് ഭാഷൺ ദേനെ പ്രഭാഷണത്തിനായി മധുരയിലേക്ക് പോയി. और ദക്ഷിണാഫ്രിക്ക में കുർത്ത ധോത്തി പഹനने भाषण देने ദക്ഷിണാഫ്രിക്കയിൽ ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഒരു തവണ അവർ മധുരയിൽ പോയി പ്രഭാഷണം നടത്തി. ഇവിടെ കുർത്ത ധോത്തി കുർത്തയും മുണ്ടും, പഹന്ന ധരിക്കുക, ഭാഷൺ പ്രഭാഷണം. വഹാം ഏക് ഔരത് കോ ദേഖാ जो तालाब में अपनी धोती धो रही थी, लेकिन कैसे आधी पहनती थी और बाकी आधी धोती थी. फिर धुली हुई को पहन लेती थी और शेष को धोती थी. उसकी हालत देखकर गांधी जी भीतर तक हिल गए और बस उसी समय उन्होंने कर लिया कि അവിടെ കുളത്തിൽ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയും, പക്ഷേ അതെങ്ങനെയാണ് വസ്ത്രം അലക്കിയിരുന്നത്? വസ്ത്രത്തിൻ്റെ പകുതി ഭാഗം ധരിച്ചുകൊണ്ട് ബാക്കി പകുതി അലക്കി, പിന്നെ അലക്കിയ ഭാഗം ധരിച്ചുകൊണ്ട് ശേഷിച്ച ഭാഗം അലക്കി. അവരുടെ അവസ്ഥ കണ്ട് ഗാന്ധിജിയുടെ മനസ്സ് പിടഞ്ഞു. വഹാം ഏക് ഔരത് കോ ദേഖാ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. ജോ താലാഭുമേൻ ഏതൊന്നാണോ, ജോ എന്ന് പറഞ്ഞാൽ ഏതൊരുവളാണോ, താലാഭുമേ കുളത്തിൽ, അപ്പനി ധോത്തി തൻ്റെ വസ്ത്രം, ധോ രഹീതി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്ത്രീ കുളത്തിൽ തൻ്റെ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലേഖിൻ കൈസേ എന്നാൽ അതെങ്ങനെയേ, ആദി പഹൻതിഥി പകുതി ധരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ബാക്കി ആദി ബാക്കിയുള്ള പകുതി ധോത്തി ധി കഴുകിക്കൊണ്ടിരിക്കുന്നു. ഫിർ ധൂളി ഹുയിക്കോ പഹൻ ലേത്തി ഥി പിന്നീട് ധൂളി ഹുയിക്കോ കഴുകിയിട്ടുള്ള ബാക്കി ഭാഗം പഹൻ ലേത്തി ഥി ധരിച്ചിട്ട് കഴുകിയ ഭാഗം ധരിച്ചിട്ട് അവർ ശേഷിക്കോ ധോത്തി ഥി ശേഷിച്ച ബാക്കിയുള്ള ഭാഗം കഴുകുന്നു. ഉസ്കി ഹാലത്ത് ദേഖ്കർ ഈ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഭീതർ തക് ഹിൽ ഗയേ ഗാന്ധിജിയുടെ ഉള്ള് പിടഞ്ഞു. और बस उसी समय उन्होंने फैसला कर लिया ആ സമയം അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അപ്പോൾ കുളത്തിൽ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അതെങ്ങനെയാണ് അലക്കുന്നത്? പകുതി വസ്ത്രം ധരിച്ച് പകുതി അലക്കുന്നു, പിന്നീട് കഴിഞ്ഞ പകുതി ഭാഗം ധരിച്ച് ബാക്കി ഭാഗം അലക്കുന്നു. അതായത് അവർക്ക് മാറ്റിയെടുക്കാൻ വേറെ വസ്ത്രം കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ വഹാം എന്ന് പറഞ്ഞാൽ അവിടെ, ഔരത്ത് സ്ത്രീ, ദേഖ കണ്ടു, താലാബ് കുളം, ധോത്തി വസ്ത്രം, ധോന എന്ന് പറഞ്ഞാൽ കഴുകുക, ആദി എന്ന് പറഞ്ഞാൽ പകുതി, പഹന്ന ധരിക്കുക, ഹാലത്ത് അവസ്ഥ, ഭീത് ഉള്ളിൽ, ഹിൽ ഇളകുക, ഫൈസല തീരുമാനിക്കുക. പകുതി ഭാഗം ധരിച്ച് പകുതി അലക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജിയുടെ ഉള്ള് പിടഞ്ഞു. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. കി അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. ഫൈസല ഖി അദ്ദേഹം തീരുമാനിച്ചു. അബ് ഇപ്പോൾ, സിർഫ് കേവലം ഏക് ധോത്തി ഹി പഹനൂങ്ക ഒരു ധോത്തി മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് ഗാന്ധിജി പ്രതിജ്ഞ എടുത്തു. അബ്
സിർഫ് ഏക് ധോത്തി ഹി പഹനുങ്ക. ഇനി ഒരു ധോത്തി മാത്രമേ, ഒരു മുണ്ട് മാത്രമേ ധരിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്തു. ഇവിടെ സിർഫ് എന്ന് പറഞ്ഞാൽ കേവലം, പഹനുങ്ക ധരിക്കുക. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദ്.